ഞാനും ഡോണും രാവിലെ എഴുന്നേറ്റു സൺറൈസ് പിടിക്കാൻ സെറനിറ്റി ബീച്ചിൽ. നല്ല അടിപൊളി സൺറൈസ് ആയിരുന്നു. വീഡിയോ ഒന്നും അധികം എടുത്തില്ല. സൺറൈസ് കണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോയും ഫോട്ടോ എടുത്തത്. പിന്നെ കുറച്ച് നേരം അവിടുത്തെ ചേട്ടന്മാർ ബോട്ടൊക്കെ ആയിട്ട് വെള്ളത്തിലിറക്കണം കണ്ടിട്ട് ഞങ്ങൾ പോയൊരു ചായയും ബിസ്ക്കറ്റും ഒക്കെ കുടിച്ച് ഓറോവില്ല് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഞങ്ങളൊരു ലൈം ടീം ചായ കുടിക്കാൻ ഈ ടൈമിലെത്തി. സൺറൈസ് കണ്ടിട്ട് അടിപൊളി സൺറൈസ്. ഓറോവില്ല മാതൃമന്ത്രി വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആണ്. ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാനത് ലിങ്കിൽ ഇട്ടേക്കാം. ഞങ്ങൾ 8:15 ഇവിടെ എത്തിയിരിക്കുകയാണ്. 8:30 റിപ്പോർട്ടിംഗ് ടൈം. ഷാർപ്പ് ഓൺ ടൈം ബേബി. ഏർലി ഓൺ ടൈം. അപ്പോൾ ചെല്ലുമ്പോഴേ നമുക്കൊരു ഓറിയൻറ്റേഷൻ വീഡിയോ ഉണ്ട്. അത് 8:30 സ്റ്റാർട്ട് ചെയ്യും. അതൊരു 10-20 മിനിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബസ്സിലാണ് അവർ മാതൃമന്ത്രിലോട്ട് കൊണ്ടുപോകണം. ആദ്യം പോകണവർക്ക് അവിടെയും ചെല്ലുമ്പോൾ വേറൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മളവർ മാതൃമന്ത്രിൽ അലോ ചെയ്യണത്. നമുക്കവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. നിങ്ങൾ കുറേ സ്പെൻഡ് ചെയ്യാം. മാതൃമന്ത്രിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ വെളിയിലും കുറച്ച് മെഡിറ്റേഷൻ ഹോൾസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഡൊണേഷൻ മാതൃമന്ത്രി? Enlightening experience beyond words. ഡൊണേഷൻ, how is today's food? അടിപൊളി. ഇന്ന് നമ്മളെ ലക്ഷ്മിയൊക്ക പൊങ്കലും സാമ്പാറും നല്ല ചമ്മന്തി, അടിപൊളി സാമ്പാർ. അതെ തവിയും കൊണ്ട് വന്ന ഞാനല്ല. കിട്ടി സിനിമയിൽ മാത്രം കിട്ടുന്ന ഷോട്ട് നമുക്ക് കിട്ടി. ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് സോപ്സിന്റെ ലൈക്ക് ഹോട്ടൽസിൽ നമുക്കൊരു തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ട്. ലൈക്ക് എന്താ പറയുക, ഇടുക്കിയിൽ നല്ല തേയിലത്തോട്ടില്ല കാടുമ്പം തോട്ടത്തിനകത്തുള്ളൊരു ഏലത്തോട്ടം. ഓ മൈ ഗോഡ്, വന്നുകൊണ്ട് വിചിത്രമായ മലയാളം അറിയില്ല, തമിഴ് അറിയില്ല. അപ്പം ഇത് ലൈക്ക് 15 grams ഉള്ള സോപ്സാണ്. അപ്പം ഇത് ഷാംപൂ ബാറാണ്. നമ്മുടെ ഷാംപൂ ബാർ ഈ ഒരു പാക്കേജിങ്, കാരണം നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്ത പാക്കേജിങ് വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്തൊരു പാക്കേജിങ്. എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുമായിരിക്കും ഇത് ഇന്ത്യ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് 4 ദിവസം കൊണ്ട് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് എത്തും. ഡിപ്പെൻഡ്സ് ഓൺ ട്രാൻസിറ്റ്. ഇന്ത്യ പോസ്റ്റിലാണ് നമ്മൾ അയക്കുന്നത്. ബാക്കി കൊറിയേഴ്സ് നമുക്ക് അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മിയൊക്കെ ഞങ്ങളെ സാവിത്രി ഭവനിൽ കൊണ്ടുപോയി. ഇവിടെ നമുക്ക് ശ്രീ ഓറോബിന്ദോവിൻ്റെയും മായനെക്കുറിച്ചുള്ള ദ മദറിനെക്കുറിച്ചുള്ള കൂടുതൽ അവരുടെ ലൈഫ് ഹിസ്റ്ററിയും അവരുടെ ജീവിതവും അവരെങ്ങനെ ഇവിടെ എത്തി, എന്തായിരുന്നു അവരുടെ സ്പിരിച്വൽ ജേണി എന്താണെന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പ്ലേസ് വിസിറ്റ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഒരു നല്ലൊരു ഹോളുണ്ട്. ഇങ്ങനെ ഈ ഹോളിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരിക്കാം. യൂഷ്വലി അവിടെ എന്തോ സ്റ്റഡി ക്ലാസ് ഒക്കെ നടക്കണതാണ്. ഞാൻ കഴിഞ്ഞ തവണ നമുക്കൊരു സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അത് കിടന്ന് ഉറങ്ങിപ്പോയി, അത് വേറെ കാര്യം. പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പേസാണ്. നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യാം. അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് വെള്ളമാണ് അവർ സെർവ് ചെയ്യണത് ഫ്രീ ആയിട്ട്. എനിക്കിതെടുത്ത് കുടിക്കാം. അക്വാ ടൈം എന്ന് പറഞ്ഞ വാട്ടർ. അത് കുടിച്ചിട്ട് ഞങ്ങൾ കോഫി ഷോപ്പിലോട്ട് പോയി അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. നമ്മൾ കടയിൽ നിൽക്കുകയാണ്. ക്രോയിസെൻറ്റും സമോസയൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ നല്ല നല്ല ഭക്ഷണമുണ്ട്. ക്രോയിസെൻറ്റും ചോക്ലേറ്റ് കേക്കും ഓറഞ്ച് സിനമൺ കേക്കും ഒക്കെ കിട്ടും. സമോസ അടിക്കാനുള്ള വീടാണ്. റോയ്സിൻ്റെ ആദ്യമായിട്ട് ഞാൻ കെച്ചപ്പ് തന്നെ കാണണം. കെച്ചപ്പ് കണ്ടായിരുന്നു, ഞാനിട്ടതാ കെച്ചപ്പ്. ഒന്നുമില്ല, ബണ്ണാണ്. ഒന്നുമില്ല, സാധാരണ ജാം കൂട്ടി കഴിക്കണം. ജാമോ ബട്ടറോ? ജാം ഉണ്ടായിരിക്കും. ബട്ടർ ഇതിൻ്റെ ഉള്ളിൽ കാണും. അത് നമുക്ക്
അങ്ങനെ ഡോണാശാൻ ഒരു കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിസിറ്റേഴ്സ് സെൻറ്ററിൽ വരുമ്പോൾ മാതൃമന്ദിരമൊക്കെ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചിക്കൻ സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച് എല്ലാം കിട്ടും. ഹാപ്പിയല്ലേ ഗൈസ്? ഹാപ്പിയാണ്. പാല് ചേർത്ത ഐസ്ക്രീമിൻ്റെ അത്ര ടേസ്റ്റ് ഇത് വീഗൺ ഐസ്ക്രീമാണ്. മാങ്ങയും വെള്ളമാണ് പക്ഷെ കുഴപ്പമില്ല. അതിപ്പം മെർസിലീസ് ഇറക്കുന്നുണ്ട് ഇതുപോലെ സോർബെ ഐസ്ക്രീം എന്ന് പറഞ്ഞു. പാലില്ലാത്ത സംഭവമാണ്. ഇതിന് പക്ഷേ ഇതൊരു ജലാറ്റോ എന്നാണ്. കോഫി ഷോപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ ഞങ്ങൾ കയറി. എന്താണെന്ന് വെച്ചാൽ മാതൃമന്ദിറിൻ്റെ കുറച്ചുകൂടി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ പേർപ്പസ്, എന്താണ് മാതൃമന്ദിർ, അതെങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നതെന്നൊക്കെ കുറച്ചുകൂടിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറാം. ചിലപ്പോൾ നിങ്ങൾക്ക് വിസിറ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ മോഡൽ കാണാം ആ മന്ദിറിൻ്റെ. അപ്പം ഇവിടെ വന്ന് നിങ്ങൾ കുറച്ചൊരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യുക. അപ്പം മാതൃമന്ദിർ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ ഡിസ്ക് വെച്ചാണ്. ഇതെന്തോ പ്രത്യേകതരം ഗോൾഡ് വെച്ച് അതിൻ്റെ പ്രത്യേകതരം ഇത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അത് നിങ്ങൾ എന്തായാലും കാണണം. അകലിൽ നിന്ന് കാണാൻ തന്നെ രസമാണ്, അടുത്ത് കാണുന്നത് അതിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. Guys, for this lady 5 minutes is 45 minutes. പിന്നെ അധികം ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തൊരു മഡ്പൂളിലോട്ട് ലക്ഷ്മിയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. അത് ഉൾവഴിയിലൂടെയൊക്കെയാണ് പോകേണ്ടത്. ഗൂഗിൾ മാപ്പിൽ പോലും കാണാൻ പറ്റണില്ലത്. ലക്ഷ്മിയൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ആ മഡ്പൂളിൽ പോയി നല്ലൊരു ഡിപ്പ് എടുക്കാൻ പറ്റി. സൂപ്പറാണ്. കണ്ട ചെളിവെള്ളം പോലെ ഇരിക്കും, പക്ഷേ മേത്തൊന്നും ഒരു ചെളിയാകില്ല. നിങ്ങളത് കണ്ടാലേ എനിക്ക് മനസ്സിലാവും. Show us the mud pool, Lakshmika. This is our famous mud pool where we can chumma hang on. Come on, save soil ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ മഡ് പൂളിൽ കുളിക്കാണ്ട്. അതെ ഞാൻ പറഞ്ഞു. നല്ല നല്ല സാത്വിക പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ഐറ്റം ഡാൻസ് കാണില്ലേ, അതേപോലെയാണ്. ആരെ കുറിച്ചാ? ഡോണിനെ കുറിച്ചാണ്. സമാജം മഞ്ഞുമൽ ബോയ്സ്, മഞ്ഞുമൽ അപ്പൂപ്പന്മാർ. മഞ്ഞുമൽ അപ്പൂപ്പന്മാരായി. തലയൊക്കെ നരച്ചു. താങ്ക് യു ലക്ഷ്മി അക്ക ഫോർ ഷോയിങ് us and calling us അപ്പൂപ്പൻ is very very sarcastic അല്ലോ. What is that word? നമ്മളിപ്പോൾ സുധാസ് കിച്ചണിലാണ്. നമ്മൾ മഷ്റൂം ഓംലെറ്റും ചീസ് ഓംലെറ്റും ഫലാഫൽ ബ്രെഡും ടർമറിക്കൊക്കെ കഴിച്ച് പൊളിക്കാൻ പോവാണ്. നമ്മൾ ചായ കുടിക്കാൻ വന്നാൽ മാത്രം പോരാ, നമ്മൾ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ 2 ചന്ദനത്തിരി കൊണ്ട് കുറെ കൊതുകുകളെ ഓടിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. പിന്നെ പട്ടികളെ നോക്കണം. നമ്മൾ ഗ്രോണപ്സാണ്, നമ്മളിതെല്ലാം ചെയ്യണം. ഇതിൻ്റെ കൂടെ ജിഞ്ചർ ലെമൺ അടിക്കണം. ഡൊണാഷൻ ജിഞ്ചർ ലെമൺ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. അതെ, ഇവിടുന്ന് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇത്ര വലുതാണോ? ഇത് താഴെ വെക്കോടെ ഒരെണ്ണം. ചായ അല്ലേ? ചായ ഇല്ലല്ലോ. ചേട്ടാ ചായപ്പൊടി ഇടാൻ മറന്നു. ഫലാഫൽ സാൻഡ്വിച്ച് Oh here. ടേൺ ചെയ്ത് കാണിക്കൂ. Here is the falafel sandwich. Oh, it looks actually very nice. Yeah, it's very tasty also. Order ചെയ്തോ. പറയണം. കഴിച്ചോ? Suji, you want a bite? ഇതിൻ്റെ അഭിപ്രായം കേൾക്കണം. ആ
നമ്മുടെ ഡോണാശാൻ ഒരു ചായയാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ കിട്ടിയത് എന്താണ്? ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു വെള്ളമാണ്. ഇതെവിടെയും കിട്ടില്ല, ലോകത്ത് എവിടെ, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ഹെർബൽ ടീ ആയിരുന്നു ഇത്. ഹെർബൽ ടീ ആണത്. ഹെർബൽ ഫുൾ ഓഫ് മരുന്നാണ് ഇത്. മരുന്ന് എന്തുവാണ് ഇത്? ഇങ്ങനെയാണ് ഒരു കൊതുകടി കൊള്ളില്ല. എന്തൊരു എൻ്റെ ചാനൽ തുടങ്ങണതിന് മുമ്പ് ക്ലോസ് ആക്കണമല്ലോ എന്ന് അവർക്ക് ഒരു വിഷമം. ലക്ഷ്മിയൊക്കെ ഞാനൊരു മലയാളം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മല്ലു ബോയ് വൈശു, അതാണ് ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്ത് കണ്ടാലും ഞാൻ അത് മാത്രം കാണാൻ പോകുന്നില്ല. ഇമാതിരി കുതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളം ഒന്നും പറയില്ല. അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോണ്ടിച്ചേരി സിറ്റിയിലോട്ട് വിട്ടു, ഒന്ന് ചില്ല് ചെയ്യാൻ. ഇന്ന് കുറച്ച് കൂടുതൽ മെഡിറ്റേഷനായി. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു പടം കാണാം. നോക്കിയപ്പോൾ കുങ്ഫു പാണ്ട 4 സൂപ്പർ പടമായിരുന്നു, അടിപൊളി. കുങ്ഫു പാണ്ട 1, 2, 3 കണ്ടവർ എന്തായാലും ഇതും കാണണം.